വർഷം 1985 പോർച്ചുഗലിലെ ഫഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ചു പയ്യൻ ജനിക്കുകയാണ്. പക്ഷേ അവൻ തെരുവ് തൂക്കാൻ വിധിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ എന്നാലെ ആ തെരുവ് തൂക്കപ്പെടേണ്ടതല്ല എന്ന് ചിന്തിച്ച് പരിശ്രമങ്ങൾ കൊണ്ട് ഫുട്ബോൾ ചരിത്രങ്ങളുടെ പുസ്തകത്തെ തുടച്ചു മാറ്റിയവനായിരുന്നു അവൻ. ലോക ഫുട്ബോളിൽ ഒരു കഥയുമില്ലാതിരുന്ന രാജ്യത്തെയും താളം തെറ്റിക്കിടന്ന നാടിനെയും ചേർത്ത് പിടിച്ച് പറങ്കികളുടെ ലോകത്തിന്റെ തന്നെ മുഖമായവൻ. പട്ടിണി കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞു നിന്ന സമയത്തും വയറ്റിനുള്ളിൽ വളർന്ന ആ കുഞ്ഞിനെ വേണ്ട എന്ന് ആ അമ്മ നിവൃത്തികേട് കൊണ്ട് ചിന്തിച്ച നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അതേ തെരുവ് തൂത്തവനും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനും തിരികെ പറന്നിറങ്ങിയ എയർപോർട്ടിന്റെ പേര് തന്നെ തന്നോടൊപ്പം സാക്ഷിയാക്കി തീർത്തവൻ. അതേ കാൽപന്ത് ലോകത്തിൽ ശ്രമമല്ല പരിശ്രമമാണ് തന്റെ കഥ മാറ്റുക എന്ന് എഴുതി ചേർത്തവൻ. കഷ്ടപ്പാടുകളുടെ ചരിത്രം എഴുതിയ പുസ്തകങ്ങളിൽ അയാളുടെ പേരെന്നേ എഴുതപ്പെട്ടതാണ്. ശിരകളിലെ ചുടു രക്തവും ദാനം ചെയ്യുന്നവൻ തന്നെ ശരീരഭംഗി സ്വഭാവത്തെക്കാൾ വലുതല്ല ടാറ്റു എന്ന് എഴുതി ചേർത്തവൻ. അതേ ആ മനുഷ്യനെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട് എന്ന് വാഴ്ത്തിപ്പാടുന്നത് വെറുതെയല്ല. കാരണം അവൻ ടീമിന്റെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അവന്റെ പകൽ നീറി ഒടുങ്ങുമ്പോൾ നിങ്ങൾ അറിയും അവൻ നിങ്ങളുടെ ഒരേ ഒരു രാജാവായിരുന്നു.